പ്ലാസ്റ്റിക് അത് എത്രമാത്രം അപകടകാരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മൃഗങ്ങൾക്ക് അതുണ്ടാക്കുന്ന ഭീഷണിയും വളരെ വലുതാണ്. അലസമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷിക്കുകയാണ് ഇവിടെ ആനകൾ. മലപ്പുറം നാടുകാണി ചുരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതാണിവ. സമയത്ത് വന്നുകൊണ്ട് കാണാൻ പറ്റിട്ടോ അവരെ വേസ്റ്റ് വയ്ക്കുന്നൊക്കെ കണ്ടില്ലേ? ആ പ്ലാസ്റ്റിക് വയനീ അടി കണ്ടോ? പക്ഷേ ബിപിൻ സി വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ബിപിൻ, നമുക്ക് മനുഷ്യർക്കൊരു വിചാരമുണ്ട് ഈ ഭൂമി നമ്മുടേത് മാത്രമാണ് എന്ന്. നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യും. ജീവിക്കേണ്ട മൃഗങ്ങളെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുമില്ല. ഈ നാടുകാണി ചുരം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഊട്ടിയിലേക്ക് ഉൾപ്പെടെ കടന്നു പോകുന്നതാണ്. ഈ യാത്രാപ്രേമികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു റൂട്ടാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കാനന കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന സമയത്ത് വലിച്ചെറിയുന്നവയാണല്ലോ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ, അല്ലേ? അതെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് ഈ നാടുകാണി ചുരം എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ മനുഷ്യൻ ചെയ്യുന്ന എത്ര വലിയ അറിയാതെയാണെങ്കിൽ പോലും എത്രത്തോളം വലിയൊരു ക്രൂരതയാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ആനകൾക്കൊക്കെ വേണ്ടി വല്ലാതെ ബാധിക്കുകയും അല്ലെങ്കിൽ അവയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റണം, ഇപ്പോൾ അരിക്കൊമ്പനെ അടക്കം സ്ഥാനത്തേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വലിയ മുറവിളി കൂട്ടും. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുന്നത് ഇവയ്ക്കൊക്കെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും ബോധവാന്മാരാകുന്നുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ആ ഭാഗത്തേക്ക് വലിച്ചെറിയുന്ന ഇപ്പോൾ ഈ ലേസ് പോലുള്ളവയുടെ പാക്കറ്റ് അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഈ കീസുകൾ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ വലിച്ചെറിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ കാടിറങ്ങുന്ന മൃഗങ്ങൾ പലപ്പോഴും ഇത് കഴിക്കുകയും അത് ഇവയുടെ ജീവന് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യുന്നത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ നാടുകാണി ചുരത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഇതുപോലെ 3 ആനകളാണ്. അതിലൊന്ന് കുട്ടിയാനയാണ്. അതിൻ്റെ വായിൽ നിന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വീഴുന്നതടക്കം ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അപ്പോൾ അതെന്തോ ഭക്ഷണ സാധനമാണെന്ന് കരുതി അത് കഴിക്കുകയും പിന്നീട് അത് കാട്ടിലേക്ക് മറയുകയും ചെയ്യും. അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഉപദ്രവകാരികളായിട്ടുള്ള ആനകളല്ല. പക്ഷേ ആ ഭാഗത്ത് എപ്പോഴും ഈ ആനകളെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ആന റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന കാഴ്ച ഈ നാടുകാണി ചുരത്തിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ആ പാത പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയുണ്ടായി. അത്രത്തോളം ഒരു ഗതാഗത കുരുക്കും ഉണ്ടായി. അതിനുശേഷമാണ് ഈ ആന കാട് കയറിപ്പോയത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 3 സുഹൃത്തുക്കൾ പോയപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലാണ് ഇവ പ്ലാസ്റ്റിക് ഇങ്ങനെ തിന്നുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരമായി ഇവിടെ ഇറങ്ങുമ്പോൾ ഇതൊക്കെയാണ് ഭക്ഷിക്കുന്നത് എന്ന് കൂടി എല്ലാവരും ഓർക്കണം. അപ്പോൾ പലപ്പോഴും ഈ സ്ഥലങ്ങളിലൊന്നും ഒരു വേസ്റ്റ് ബിൻ ഇല്ല എന്നുള്ളത് കൂടി എടുത്തു പറയണം. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ടൗണുകളിലോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലോ ഒക്കെ ഉണ്ട് എന്നതിനപ്പുറമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വേസ്റ്റ് ബിന്നുകളുടെ അഭാവം എടുത്തു പറയേണ്ടതാണ്. ഇത് ഇടണമെന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇത് ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിന് പറ്റിയ സ്ഥലമില്ലാത്തത് കൂടി ഒരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ നാടുകാണി പോലുള്ള ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ യാത്ര ചെയ്യുന്ന പാതകളിൽ. ശരി വിപിൻ.